അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് അതുപോലെ ബ്രസീൽ ഫാൻസ് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് സുഖമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന ബ്രസീലിയൻ സെന്റർ ഫോർവേഡ് വിങ്ങറായിട്ടും കളിക്കുക, അറ്റാക്കിംഗ് മിഡായിട്ടും കളിക്കും. അപ്പോൾ മത്തേസ് കുഞ്ഞയെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന അതേ കാര്യമാണ് പറയാനുള്ളത്. ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മൾ സ്ഥിരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ മത്തേസ് കുഞ്ഞയെ കുറിച്ച് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തേസ് കുഞ്ഞ ഇനിയുള്ള 3 ലീഗ് മാച്ചസും, അതായത് പ്രീമിയർ ലീഗിൽ ഇനി 3 മാച്ചാണ് ബാക്കിയുള്ളത്. മൊത്തം 38 മാച്ച്, ഇപ്പോൾ ഓൾറെഡി 35 മാച്ച് യുണൈറ്റഡ് കളിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 3 മാച്ചസും മത്തേസ് കുഞ്ഞയെ കളിപ്പിക്കരുത് എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ബോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ബോർഡുമായിട്ട് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്, ഒരു കോൺട്രാക്റ്റിൽ എത്തിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് goal.com നിന്നാണ്. goal.com അല്ലാതെ വേറെ മാധ്യമങ്ങൾ ഈ ഒരു സെയിം സാധനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് ഇനിയുള്ള 3 മത്സരങ്ങൾ കളിപ്പിക്കരുത് മത്തേസ് കുഞ്ഞയെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ബ്രസീലിന് വേൾഡ് കപ്പിന് ഇനി ഒരു 40 ദിവസം പോലും ഇല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഓൾറെഡി നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രസീൽ സ്ക്വാഡിൽ കുറേ പ്ലേയേഴ്സിന് ഇഞ്ചുറിയാണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഞ്ചുറീസാണ്. അപ്പം അങ്ങനെ ഇഞ്ചുറി ഉള്ള കുറേ പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഓൾറെഡി ഡിസ്കംഫർട്ട്, അതായത് മസിൽ ഡിസ്കംഫർട്ട് ഉള്ള ഒരു പ്ലെയർ ആണ് മത്തേസ് കുഞ്ഞ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ആ ഒരു ഡിസ്കംഫർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആൾ ഇനിയും ഉള്ള 3 മാച്ചസ് കളിച്ച് ആളുടെ ഇഞ്ചുറി വല്ല ആൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പ് തീരുമാനമാകും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാകാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അവർ ഇനിയുള്ള 3 മാച്ചസ് കളിപ്പിക്കരുത് എന്ന രീതിയിലേക്ക് പറയുകയാണ്. ഇനിയുള്ള 3 മാച്ചിലേക്ക് വരുമ്പോൾ ഈ 3 മാച്ചും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റാൽ അവർ പോയിന്റ് ടേബിളിൽ 5-ൽ താഴെ പോകും തോന്നുന്നില്ല. അവർ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 3 മാച്ചും ജയിച്ചാലും വലിയ പ്രയോജനമൊന്നുമില്ല. ആദ്യം വേണ്ട എന്താ, ടോപ്പ് 5 ഫിനിഷ് ചെയ്യണം. ടോപ്പ് 5 എത്തിയല്ലോ. അപ്പോൾ ഇനിയുള്ള ഈ 3 മാച്ചും ജയിച്ചാലും തോറ്റു കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നുമില്ല. കപ്പടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ഒരു ടോപ്പ് 5-ൽ നിന്ന്, അതായത് ചാമ്പ്യൻസ് ലീഗിന്റെ സ്പോട്ടിൽ നിന്ന് പുറത്തും പോകത്തില്ല. പിന്നെ ആകെ കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ആ ഒരു 3-ാം സ്ഥാനത്ത് നിൽക്കാം. ഒപ്പം ആ ഒരു ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കാം. പിന്നെ മൈക്കിൾ കാരിക്കിന്റെ അദ്ദേഹത്തിന്റെ കരിയർ ഒരു ഡിസൈഡർ ലെവലിലേക്ക് വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു 3 മാച്ച് കൂടി ആള് തന്നെ ആയിരിക്കും അടുത്ത സീസണിലും കോച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യുണൈറ്റഡ് മാനേജ്മെന്റ് കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഒരു 3 മാച്ചും ജയിച്ച് ആൾ ആ ടോപ്പ് 3 തന്നെ നിൽക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് മത്തേസ് കുഞ്ഞയുടെ ഈ ഒരു 3 മാച്ച് കളിപ്പിക്കരുത് എന്നൊരു അഭിപ്രായം ഈ ഒരു ബ്രസീൽ ബോർഡ് കൊടുത്തിട്ടുള്ളത്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിപ്പിക്കത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്രസീലിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്ലെയർ വേൾഡ് കപ്പ് പോലെ ഒരു ടൂർണമെന്റ് വരുവാണ്. അപ്പോൾ അതിന് മുമ്പുള്ള മത്സരങ്ങളിൽ ഇഞ്ചുറി പറ്റാതിരിക്കാൻ വേണ്ടി അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതങ്ങ് വിടുക. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ആകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, യുണൈറ്റഡിന്റെ കോൺട്രാക്ട് ഉള്ള, യുണൈറ്റഡ് പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറിനെ 3 മാച്ച് കളിപ്പിക്കരുത് എന്ന് ആ പ്ലെയറിന്റെ രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൊണ്ടുവന്നിട്ടുള്ള പ്ലെയറാണ്, അവർ സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയർ കളിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ ഇനി കളിപ്പിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ടുള്ള മാറത്തില്ല എന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് സീസണിന്റെ ഒരു ഇടയ്ക്കുള്ള സമയത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച്, അല്ലെങ്കിൽ ടൈറ്റിൽ ബാറ്റിൽ നടക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇത് കുറച്ച് പ്രശ്നമുള്ള പരിപാടിയാണ്. അതായത് ആഴ്സണലിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ സിറ്റിയുടെ അടുത്തോ ഇതുപോലൊരു അപ്രോച്ചായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം പോയാൽ, സിറ്റിയുടെ ഏതെങ്കിലും പ്ലെയർ അല്ലെങ്കിൽ ആഴ്സണലിൻ്റെ ഏതെങ്കിലും പ്ലെയർ ഇനിയുള്ള മത്സരങ്ങൾ കളിപ്പിക്കരുത് എന്നൊരു അപ്രോച്ചായിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ടൈറ്റിൽ റേസിന് വേണ്ടി നിൽക്കുന്ന ടീമാണ്. പിന്നെ അവർ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, FA കപ്പ് ഫൈനൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇനിയുള്ള 3 മാച്ചേ ലീഗിൽ ബാക്കിയുള്ളൂ. ആ മാച്ച് ജയിച്ചാൽ നമ്പർ 3 നിൽക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്പർ 4-ലോ 5-ലേക്കൊക്കെ പോയേക്കാം. എന്തായാലും ടോപ്പ് 5 കാണും. ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് പരിപാടിയൊന്നും ഇല്ല ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കാര്യം സമ്മതിച്ചു എന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല ഇങ്ങനത്തെ പരിപാടിയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അറിയാലോ, നമ്മൾ കോൺട്രാക്ട് കൊടുത്ത് സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പ്ലെയർ ആണ്. ആ പ്ലെയർ കളിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്, ക്ലബ്ബാണ്. അതായത് ക്ലബ്ബ് വിചാരിച്ചു കഴിഞ്ഞാൽ നാഷണൽ ടീമിന് കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. കാരണം ക്ലബിന്റെ കീഴിൽ കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയർ ആണ്. ആ പ്ലെയർ നാഷണൽ ടീമിൽ കളിക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ക്ലബ്ബാണ്. മാക്സിമം ക്ലബ്ബ് അലോ ചെയ്യാതിരിക്കില്ല. ചില ക്ലബ്ബുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബാഴ്സലോണയിൽ നിന്ന് റാഫീഞ്ഞ നാഷണൽ ടീമിൽ കളിക്കാൻ പോയിട്ട് ഇഞ്ചുറി പറ്റി തിരിച്ചു വന്നു. ബാഴ്സയ്ക്കാണ് നഷ്ടം. ബാഴ്സയുടെ പ്ലെയർ നാഷണൽ ടീമിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ പോയിട്ട് ഇഞ്ചുറി പറ്റി തിരിച്ചു വന്നു. അപ്പോൾ ബാഴ്സയ്ക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ബാഴ്സ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സ നേരെ ഈ ഒരു ഫിഫയ്ക്ക് അപ്പീൽ നൽകി. ഫിഫ ഒരു എമൗണ്ട് ബാഴ്സയ്ക്ക് നൽകി. എന്തുകൊണ്ട്? ബാഴ്സയുടെ നഷ്ടത്തിന് കാരണം ബാഴ്സ പൈസ കൊടുത്ത് കൊണ്ടുവന്നൊരു പ്ലെയർ എല്ലാ മാച്ചിനും ബാഴ്സ കളിപ്പിക്കണം. ബാഴ്സയിൽ ആൾക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാഷണൽ ടീമിൽ പോയി ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ച് ഇഞ്ചുറി പറ്റി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ടീമിനാണ് നഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമിന് ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് കിട്ടും. ആ ഒരു പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലബിന് തീരുമാനിക്കാം വേണ്ടയോ ഇല്ലയോ എന്ന്. പക്ഷേ അവർ നിർബന്ധിപ്പിച്ചിട്ടില്ല. അവർ ജസ്റ്റ് അവരുടെ ഒരു ആവശ്യം പറഞ്ഞു. അത് യുണൈറ്റഡ് അവരുടെ ബോർഡ് വളരെ നല്ല ബോർഡായതുകൊണ്ട് അവരത് സമ്മതിച്ചു. ചില ബോർഡാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. മിക്ക ബോർഡ് ഇത് സമ്മതിക്കത്തില്ല. ബാഴ്സയുടെ ബോർഡൊക്കെ ആണെങ്കിൽ കണ്ടറിയാം. അത് എനിക്കറിയാം. സ്പെയിൻ ആണെങ്കിൽ അവർ സമ്മതിക്കുമായിരിക്കും. വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അവർ സമ്മതിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. ബാഴ്സയുടെ കാര്യം മാത്രമല്ല, മിക്ക ടീമും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അവർ ആ ഒരു ടൈറ്റിൽ റേസിൽ നിൽക്കുന്ന ടീമാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അല്ലാത്ത ടീമുകളാണെങ്കിൽ ഇത് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് ഇത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല, നിങ്ങൾക്ക് വേറെ ഒരു അഭിപ്രായം കാണാം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് സ്റ്റാർ.